കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ വൈകും. നിലവിൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചവർക്ക് പുതുക്കിയ തീയതി നൽകിയിട്ടില്ല. ഓപ്പറേഷൻ തിയേറ്ററുകൾ അണുവിമുക്തീകരണവും മറ്റ് നടപടികളും പൂർത്തിയായിട്ടില്ല. എന്നാൽ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് മുടക്കമില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഈ പുതിയ ബ്ലോക്കിൽ ഓപ്പറേഷന് സജ്ജമായിട്ടുണ്ടോ തിയേറ്ററുകൾ? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ ഫൈൻ ട്യൂണിങ് നടക്കേണ്ടതുണ്ട്, ഫൈൻ ക്ലീനിങ് നടക്കേണ്ടതുണ്ട്, അണുവിമുക്തീകരണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ സർജറികൾ വൈകാൻ സാധ്യതയുണ്ടോ? പഴയ ബ്ലോക്കിൽ എന്തായാലും ഇനി സർജറി നടക്കില്ലല്ലോ അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇല്ല, പുതിയ ബ്ലോക്കിലുമല്ല സർജറി നടക്കുന്നത്. അതായത് മുൻപുണ്ടായിരുന്ന 4 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. ഈ ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെ ഫൈൻ ട്യൂണിങ്ങും ക്ലീനിങ്ങും അണുവിമുക്തീകരണവും ഒക്കെ തന്നെ പുരോഗമിക്കുന്നത്. ഇന്നും അതിന്റെ നടപടികൾ നടക്കുന്നു. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത്. അത് ഇന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഇതിന്റെ അണുവിമുക്തീകരണം അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു നടപടിക്രമമുണ്ട്. അത് അത്രപ്പെട്ട് കൃത്യമായി അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഓപ്പറേഷൻ തിയേറ്ററാണ്. അപ്പോൾ അതിന്റെ ഒരു കാലതാമസം അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗികളുടെ, അതായത് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് മുടക്കം ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ മുൻപ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ 2 ദിവസങ്ങളിലും ഓപ്പറേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന ഓപ്പറേഷനുകളുണ്ട്. ആ ഓപ്പറേഷനുകൾക്കൊക്കെ പുതിയ തീയതിയോ രോഗികൾക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പറേഷനുകളൊക്കെ തന്നെ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൃത്യമായി വന്നിട്ടില്ല. കാരണം ഈ 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, അതായത് 8 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് പഴയ ബ്ലോക്കിൽ സർജിക്കൽ ബ്ലോക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 8 ഓപ്പറേഷൻ തിയേറ്റർ പകരമായി ഈ പഴയ നവീകരിച്ച് വെച്ചിട്ടുള്ള 4 ഓപ്പറേഷൻ തിയേറ്ററാണ് ഉപയോഗിക്കുന്നത്. ആ 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ 2 ഷിഫ്റ്റിലായി പ്രവർത്തിപ്പിച്ച് ഈ 8 ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനത്തെ തത്തുല്യമായി മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് അധികൃതർ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ പോലും ഇപ്പോഴും ഈ തുടർ നടപടികൾ, അതായത് അണുവിമുക്തീകരിക്കുന്നു അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി പൂർത്തിയായാൽ മാത്രമാണ് ഈ ഓപ്പറേഷൻ തുടങ്ങാനാവുക എന്നുള്ളതാണ് അധികൃതർ. ഇപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള മുൻ നിശ്ചയിച്ചിട്ടുള്ള ഈ 2 ദിവസത്തെ ഓപ്പറേഷനുകളുണ്ട്. ഒപ്പം ഇന്നും ഈ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റുമ്പോൾ ആ ദിവസങ്ങളിൽ നിശ്ചയിച്ച ഓപ്പറേഷനുകൾ, അപ്പോൾ അതിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല ഓപ്പറേഷനുകളിലും കാലതാമസം വരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലൊരു വിവരം തന്നെയാണ് ആശുപത്രി അധികൃതരും ലഭിക്കുകയും ചെയ്യുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.